ഇന്ന് രാവിലെ ഉന്നയിച്ച കാര്യം തന്നെ 50-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. നിയമപരമായിട്ട് തന്നെ നേരിടുന്നതാണ് അവർ പറയുന്നത്. ജയലക്ഷ്മി എന്ന് പറയുന്ന നിങ്ങളുടെ നിലവിലെ കൗൺസിലർ, ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഞാൻ വിളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നാണ്, പണം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന്. ജില്ലാ നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം. ഇവിടെ കോൺഗ്രസിന്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് DCC കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ DCCയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്ത് ഉള്ളടക്കം. ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം. 2, കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ UDFന്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് UDFന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മത്സര രംഗത്തുള്ളത്. നിലവിലെ പാലക്കാട് നഗരസഭ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. യാക്കര സെൻട്രൽ 32-ാം നമ്പർ വാർഡില് UDFന്റെ തന്നെ 3 നേതാക്കന്മാരാണ് മത്സര രംഗത്തുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വരുന്നത്. ഈ പറയുന്ന 50-ാം വാർഡ് വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും CPM-ഉം 2 പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് 53-54 എന്താണ്, ഒരാൾക്ക് 74 എന്താണ്, 120 വോട്ടാണ് 2 പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത്. BJPക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്ന 1100-ലധികമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിന്റെയോ CPM-ന്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല. ഏകപക്ഷീയമായ ഒരു വിജയത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അല്ല, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണല്ലോ വരുന്നത്. അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത്, ഫലം വരുന്ന സമയത്ത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ക്ലീൻ സ്വീപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരാളെ നമ്മൾ ഇവർ ഇത്രയൊക്കെ പറയുന്നുണ്ട്, രാവിലെ പണം നൽകാൻ പ്രേരിപ്പിച്ചു, പണം നൽകുവാനായിട്ട് വാഗ്ദാനം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള തെളിവുകളൊക്കെ അവർ പറയണ്ടേ, പുറത്തുവിടണ്ടേ? ഇവിടെ ഇതിനകത്ത് യാതൊന്നും നടന്നിട്ടില്ല. ഇനി ഇത്തരത്തിൽ MP ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്ന പറയണമെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിനെ അങ്ങനെ പുറത്തുവിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വലിയ രീതിയിൽ അദ്ദേഹം മീഡിയ ഗ്രൂപ്പിനകത്തൊക്കെ എന്താ പറയുക, ഇത്തരത്തിൽ BJP ആളുകളെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മെസ്സേജ് അയച്ചതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ പുറത്തുവിടാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ. UDFൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അതിന്റെ ജാള്യത അവർക്ക് മറച്ചുവെക്കണം. അപ്പൊ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ BJPയുടെ നേർക്ക് വരുന്നതാണ്. ഇതിനകത്തൊന്നും മറുപടി കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അവർക്ക് ഇനിയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഇന്ന് കാലത്തല്ലേ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനെതിരെ വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അങ്ങനെ ഇത്തരത്തിൽ പാലക്കാടിന്റെ MP ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇതേ നിയോജക മണ്ഡലത്തിൽ വരുന്ന പ്രായരി പഞ്ചായത്തിലെ 24-ാം വാർഡില് അവിടെ ഒരു BJPയുടെ സ്ഥാനാർത്ഥി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രായരി പഞ്ചായത്തിലെ 24-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പത്രിക പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതല്ലേ ഇദ്ദേഹം തുറന്നു പറയേണ്ടതായിട്ടുള്ളത്? അത് അന്വേഷിക്കട്ടെ. ഇതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് BJPയെ നിങ്ങൾ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി ഇവർക്ക് ഇത്ര വലിയ ഇതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ 50-ാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും BJP ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യം BJPക്കില്ല.
പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള അട്ടിമറികൾക്കൊന്നും ഞങ്ങൾ മുതിരുന്നില്ല. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞതിന് ഈ മുന്നത്തെ വർഷം 2015 50-ാം വാർഡിൽ, ഇതിന്റെ തൊട്ട് കിടക്കുന്ന വാർഡിൽ ഇതേപോലെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇല്ലാതായി. അവിടെയും നമ്മൾ CPM-ന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പുകൾ നടക്കണം, അവിടെ ഞങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കൂ. രാത്രി 9:30-ക്കും 10 മണിക്കും 2 സംഘങ്ങളായിട്ടാണ് പോയി എന്നത് BJP-യുടെ നേതാക്കൾ തന്നെ ജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോ അങ്ങോട്ട് സുനിൽ അതോടൊപ്പം തന്നെ ജയലക്ഷ്മി എന്നിവരെ വിളിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ അവരുടെ ഫോണിലുണ്ട്. ഇവിടെ ജയലക്ഷ്മിയുടെ വാർഡിലെ ഒരു വോട്ടറാണ് അദ്ദേഹം. അവിടെ വാർഡിൽ രാത്രി 9:30 മണി, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ, 9:30 മണി വരെയും 10:30 മണി വരെയും 11 മണി വരെയും ഒക്കെ വീട് കയറുന്നുണ്ട്. ആ വീടുമായിട്ട് പരിചയമില്ലാത്ത ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ ആദ്യമായിട്ട് പോകുന്ന ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ നിരന്തരം അവരുടെ വാർഡിൽ തന്നെ ഒരു വീടാണ്, അവിടെ പോകുന്നുണ്ട്. അവിടെ അവര് ഇത്തരത്തിൽ സമ്പർക്കത്തിന്റെ ഭാഗമായി പോകുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ എന്തിനാ ബേജാറാകുന്നത്? BJP-യുടെ കൗൺസിലർമാരെ കാണുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയാണ്. പിന്നെ സുനിൽ എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാർഡിലെ വോട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട്, അവരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ആ പ്രദേശത്ത് ആ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത്, ആ പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ആ പ്രദേശത്തുള്ള വീടുകളിൽ അന്വേഷിച്ചോളൂ. ആ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ ഇവർ കയറിയിട്ടില്ലെന്ന് അന്വേഷിച്ചോളൂ നിങ്ങൾ. ഇത് ആ വീട്ടിൽ പോയത് എന്തോ വലിയ, ആ വീടിനകത്ത് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഭീകരവാദിയുടെ വീട് എന്നുള്ള തരത്തിലാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അവിടെയുള്ള വീടുകളിൽ മുഴുവൻ BJP-യുടെ ആളുകൾ പോയിട്ടുണ്ട്, സമ്പർക്കം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ജനങ്ങളെ വിളിക്കും, അവരെ ഫോൺ ചെയ്യാറുണ്ട്. ഇവിടെ അയാളെ മാത്രമല്ല, നിരവധി ആളുകളെ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെയൊക്കെ വലിയൊരു വിഷയമാക്കിക്കൊണ്ട് പാലക്കാടിന്റെ MP ഇത്തരത്തിൽ ബേജാറാവുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അദ്ദേഹം ബോധപൂർവം ഇവിടെ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട്, യഥാർത്ഥ വാർത്ത, കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷനെതിരെ വരുന്ന വാർത്തയെ മൂടിവെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് മാത്രം ഞങ്ങൾക്ക് പറയാം. നിലവിൽ ഇപ്പോൾ പലയിടങ്ങളിലും BJP സ്ഥാനാർത്ഥികളില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നെയാണെന്നാണ് ഈ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. 900 ഈ ജില്ലയിൽ പലയിടങ്ങളിലും പല പഞ്ചായത്തിൽ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ല. അപ്പൊ പാലക്കാട് നഗരസഭയിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് എതിരാളികളില്ല, മൊത്തം പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഒരു ആയുധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ചെയ്യാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരുതിയിട്ടില്ല. 2, ഇവിടെ ഈ വാർത്ത കുറേ ദിവസമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്, BJP-ക്ക് മത്സരിക്കാൻ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയില്ല. ഈ പാലക്കാട് ജില്ലയിലെ താമര ചിഹ്നത്തിൽ BJP നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം കോൺഗ്രസ് പാർട്ടി നിർത്തിയതിനേക്കാളും CPM നിർത്തിയതിനേക്കാളും കൂടുതലാണ്. 2, ഈ കഴിഞ്ഞ 2020-ലെയും 2015-ലെയും 2010-ലെയും എല്ലാം നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിക്കോളൂ. ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിട്ടുള്ളത്. ഇനി BJP-ക്ക് നിർത്താൻ കഴിയാത്ത വാർഡുകളുമുണ്ട്, പാലക്കാട് ജില്ലയിൽ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് നിർത്താൻ സാധിക്കാത്തത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ 24-ാം വാർഡിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ. 24-ാം വാർഡിൽ ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്ത ആളെ പോയി സമ്മർദ്ദത്തിലാക്കുന്ന ആരാണ്? ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് BJP-യെ താറടിച്ചു കാട്ടാനുള്ള ശ്രമങ്ങളൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഞങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ്. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഇത്തവണ BJP നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണമാണ് BJP നിർത്തിയിട്ടുള്ളത്. നിലവിൽ പുതുനഗരത്തൊക്കെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള പഞ്ചായത്താണ് പുതുനഗരത്ത് ലീഗിനോട് സഹകരിക്കാൻ വേണ്ടിയാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി അല്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് പറയാം. കാരണം CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന 50-ാം വാർഡിലും 51-ാം വാർഡിലും CPM-ന് സ്ഥാനാർത്ഥി പോലും ഇല്ല. 50-ാം വാർഡിലും 51-ാം വാർഡിലും CPM-ന് സ്ഥാനാർത്ഥി പോലും ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം പുതുനഗരത്തെ കുറിച്ച് പറയുന്നത്. CPM ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അവർക്ക് പറയുന്ന സമയത്ത് അവർ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുള്ള ആദ്യം വ്യക്തമാണ്. ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് അവർക്ക് ചിഹ്നത്തിൽ നിർത്താൻ പോലും ആളെ കിട്ടുന്നില്ല. അവർ ആപ്പിള്, സൈക്കിള്, ഈനാമ്പേച്ചി, മരപ്പെട്ടി ഏതൊക്കെ ചിഹ്നത്തിലാണ് നിർത്തുന്നത്. ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് 50-ാം വാർഡിലും 51-ാം വാർഡിലും സ്വതന്ത്രരായിട്ട് മത്സരിക്കാൻ പോലും CPM-ന് ആളുകളില്ല. 2, പുതുനഗരത്ത് 15 വാർഡിൽ 11 വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 14 വാർഡാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നിർത്തിയതിനേക്കാൾ 2 സ്ഥാനാർത്ഥികളെ ഇത്തവണ BJP കൂടുതൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തുള്ള നിർത്താത്ത 4 വാർഡുകളിൽ
നാമനിർദ്ദേശം ചെയ്യാൻ വരുന്ന ആളുകളെ പോലും ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവുക? പിന്നെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ് BJP. കഴിഞ്ഞ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ഓരോ വർഷം കൂടുന്ന സമയത്ത് നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ്. നിങ്ങൾ ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഞാൻ തന്നെ പറയുന്നുണ്ട്, പുതുനഗര പഞ്ചായത്തിൽ 2020 നിർത്തിയ സ്ഥാനാർത്ഥികളെക്കാൾ 2 സ്ഥാനാർത്ഥികൾ കൂടുതലാണ് ഇത്തവണ നിർത്തിയിട്ടുള്ളത്. CPM എന്ന് പറയുന്ന സമയത്ത് CPMന്റെ ജില്ലാ സെക്രട്ടറി പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയ ആളുകളെ പോലും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് 50-ാം വാർഡിൽ 51-ാം വാർഡിൽ CPMന് സ്ഥാനാർത്ഥിയില്ല. അല്ല, ഇതിനകത്ത് എന്തിനാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്? വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീട്ടിൽ പോകുന്നു, ഇതിൽ തെറ്റൊന്നുമില്ല. ഇതിനകത്ത് അവരെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ BJPയുടെ ഒരു പ്രവർത്തകരും ശ്രമിച്ചിട്ടില്ല. 2, അത്തരത്തിൽ ശ്രമിച്ച് വിജയം നേടേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. അവിടെ അത്തരത്തിൽ ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അക്രമം നടത്തി വിജയം നേടേണ്ട സാഹചര്യം അവിടെ ഇല്ല. ഇവിടെ കോൺഗ്രസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന MLA ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്നത്. അതിനെ ജനങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാൻ പാലക്കാടിന്റെ MP സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനെതിരെ പോസ്റ്റർ തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഇതിനൊന്നും മറുപടി പറയാതെ BJPയെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. രണ്ട് കാര്യങ്ങളും. ഒന്ന്, നമ്മൾ അവസാനം കണ്ടതിന് ശേഷമാണ് ശ്രീനാഥന്റെ ഒരു പ്രതികരണം വന്നത്. അവര് ഈ നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടത് കൂടാതെ കൃത്യമായി പറയുന്നുണ്ട്, ഈ തന്റെ കൂടെ നിന്ന ആളുകളുടെ അടുത്ത് തന്നെ അത്തരം ഒരു സുഖകരമല്ലാത്ത അനുഭവങ്ങൾ അവര് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനം വരെ BJPയുടെ പ്രവർത്തകയായിരിക്കും, എന്റെ പ്രസ്ഥാനമാണ് വലുത് എന്നുള്ള രീതിയിൽ അവർ വളരെ വിശദമായ മറുപടി നിങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം അവർ കൃത്യമായി പറഞ്ഞത് ഞാൻ സംഘടനയോടൊപ്പമാണ്, എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത് എന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ മറുപടിയും ഉണ്ട്. ഇനി അതിൽ കൂടുതൽ വിശദീകരണം ഞാൻ എന്താ പറയാനായിട്ടുള്ളത്? ഇപ്പോ ഈ കൃഷ്ണദാസിന്റെ ഒരു പോസ്റ്ററിൽ പ്രധാനമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട്, പിന്നെ ഈ ശിവരാജ് ചേട്ടൻ, മറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ, ജില്ലാ പ്രസിഡന്റ് ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യാതെ പോയില്ല. കഴിഞ്ഞ കുറേ ദിവസമായി മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എന്നതായിരുന്നു വിഷയം. 2, അതിനുശേഷം BJPക്ക് നിരവധിയായ അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. 3, ഇത്തരത്തിൽ പോസ്റ്ററുമായി നിങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞു. ഇവിടെ പാലക്കാട് ജില്ലയിൽ എത്രയെത്ര സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പാർട്ടികളുടെ മത്സരിക്കുന്നുണ്ട്, അവരുടെ ഏതൊക്കെ ജില്ലാ അധ്യക്ഷന്മാരുടെ പടം വെച്ചിട്ടുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ജില്ലാ സെക്രട്ടറിയുടെ പടം വെച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ജില്ലാ പ്രസിഡന്റിന്റെ പടം വെച്ചിരിക്കുന്നത്. BJPയുടെ ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്റെ പടവും നരേന്ദ്രമോദിയുടെ പടവുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജില്ലാ അധ്യക്ഷന്റെ പടം വെക്കണമെന്ന് എവിടെയും നിർബന്ധമില്ല. പിന്നെ അവിടുത്തെ 2 മുൻ കൗൺസിലർമാരുടെ പടം അദ്ദേഹം ആ പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട്. ആ വാർഡിലേക്ക് കഴിഞ്ഞ കാലയളവിലെ 45-ാം വാർഡും 42-ാം വാർഡും കൂടെ ചേർന്നതാണ് ഇപ്പോഴത്തെ 44-ാം വാർഡ്. അവിടെ 2 ഭാഗത്തെയും കൗൺസിലർമാരുടെ പടം അദ്ദേഹം വെച്ചു. അതിലെന്താണ് തെറ്റ്? നിങ്ങൾ ഇത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങളുമായി ദയവ് ചെയ്ത് ഇനിയും വരാതിരിക്കുക എന്നുള്ളതാണ് മീഡിയ വണ്ണോട് എനിക്ക് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്.